children, welcome back to my channel LKL Star Max Class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എക്സസൈസ് 5.2 13th സമ്മാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, അതിനെ എത്ര 3 ഡിജിറ്റ്സ് നമ്പർ, നമ്മുടെ 3 ഡിജിറ്റ്സ് ഏറ്റവും സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 999 ആയിരിക്കും. സോ ഇതിനിടയിൽ ഒത്തിരി നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ? 100നും 199 അതിൻ്റെ ഉള്ളിൽ ഇൻ ബിറ്റ്വീൻ ദം ലോട്ട് ഓഫ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ വാട്ട്? 7. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്, അതിനെ 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റിയ 3 ഡിജിറ്റ് നമ്പേഴ്സാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് നമ്മളതിനെ കണ്ടെത്തുക. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആണ് 100, ദെൻ പിന്നെ ഏതാണ്? ലാർജസ്റ്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളേതാണ്? എക്സസൈസ് 5.2 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് നമ്മൾക്ക് ആദ്യം എന്തെഴുതാം? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എഴുതാം. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്താണത്? 100 ആണ്. ദെൻ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 999. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്നൊരു സാധനമാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് ആദ്യം ഈ 7 കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സിനെ എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 100നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഈ സൈഡിലിട്ട് ചെയ്യാം. ഇപ്പോൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. നമുക്കത് 7 1:7. ദെൻ ബാക്കി എത്ര കിട്ടും? 10 - 7 3 കിട്ടും, 30. ഈ 30ൽ എത്ര ടൈംസ് ആവുകയാണെ? 7 4s 28. ദെൻ റിമൈൻഡർ 2 ആണ് നമുക്ക് കിട്ടിയത്. സോ നമുക്കിത് ഓക്കെ ആയി. ഇതെന്താ? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അറിയാം അല്ലേ? 100നെ 7 കൊണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങനെ ശരിക്കും തിരിച്ചറിയും ഏതിനാണ് 100 കഴിഞ്ഞിട്ട് പിന്നെ ഏതിനെയാണ് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കേണ്ട രീതി എങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റിമൈൻഡർ എത്ര കിട്ടിയത്? 100 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 100ൽ നിന്ന് 2 ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? എത്രയായിരിക്കും കിട്ടുക? 100ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 98 അല്ലേ? കണ്ടോ? അപ്പോൾ നമുക്ക് 98 കിട്ടി. അപ്പോൾ ഈ 98 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമുക്ക് എങ്ങനത്തെ ഇതിനെ, ഈ 98നെ തീർച്ചയായിട്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? 17:7, ബാലൻസ് 2 ഉണ്ടോ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 7 4s 28. ഇതിന് ഡിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 28 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പറാണോ? അല്ല അല്ലേ? 2 ഡിജിറ്റ് നമ്പറാണ്. സോ ഇതിനെങ്ങനെ 2 ഡിജിറ്റിൽ ഇതിനെങ്ങനെ 3 ഡിജിറ്റിലേക്ക് ആക്കാം? നമുക്ക് കിട്ടിയത് 100ൽ നിന്ന് ഈ റിമൈൻഡർ 2നെ റെഡ്യൂസ് ചെയ്തപ്പോൾ 98 കിട്ടി. പക്ഷേ ഈ 98 ഓക്കെ തീർച്ചയായിട്ടും 7 കൊണ്ട് ഡിവിസിബിളാണ്. ബട്ട് ദിസ് 98 ഈസ് വാട്ട്? 2 ഡിജിറ്റ് നമ്പർ. നമുക്ക് എന്താ വേണ്ടത്? 3 ഡിജിറ്റ് നമ്പറാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇതിനെ 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 ഇല്ലേ, ഈ റിമൈൻഡർ 2 ഈ 7 ആകണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടി? 7 ആയി. അങ്ങനെയാണെങ്കിൽ ഈ 98ൻ്റെ കൂടെ ഈ 7 ആഡ് ചെയ്യുക. കണ്ടോ? 7 + 7 14 + 1 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 105. അപ്പോൾ ഇത് ഈ നമ്പറായിരിക്കും 100 കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഏത് നമ്പറിനെയാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക? 105നെയാണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ഫസ്റ്റ് 1 അല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ പോകും. A1 A2 A3 A4 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിനെ എടുക്കാമല്ലോ. അതായത് 7 കൊണ്ട് 100 കഴിഞ്ഞിട്ടുള്ള 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ, ഫസ്റ്റ് നമ്പർ ഏതാണ്? 105 ആണ്. സോ A1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിനെയാണ് A1. കണ്ടോ? അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും വരിക? നമുക്ക് ഈ 105ൻ്റെ കൂടെ എത്ര വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്? 7. സോ ഈ 7 അല്ലേ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത് A ആണ്. ഇതിൻ്റെ ജനറൽ ഫോം എന്താണ്? A+D. ഇത് A+2D. ഇവിടെ എന്താണ്? A+3D. കണ്ടോ? അതായത് ഇതൊന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതിൻ്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ച പ്രകാരം എന്താണ്? A+D A+2D ആൻഡ് A+3D ലൈക്ക് ദാറ്റ്, ഇങ്ങനെ ആൻഡ് സോ ഓൺ അല്ലേ?
അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടിയല്ലോ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പറാണ് 105. അപ്പോൾ അടുത്ത നമ്പർ സപ്പോസ് ഇതാണ് ഈ A1 എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ A2 കാണാൻ എന്ത് ചെയ്യണം? കണ്ടോ, A പ്ലസ് D ആണ്. അതായത് ഇതാണ് A, അതിൻ്റെ കൂടെ D ആഡ് ചെയ്യുക. D എന്ന് പറഞ്ഞാൽ ഏതാണ് ഇവിടെ വരിക? ഈ ഡിവിസിബിൾ ബൈ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് എന്തെന്നാ കോമൺ ഡിഫറൻസ്. അപ്പം നമുക്ക് ഈ 105ൻ്റെ കൂടെ ഈ 7 ആഡ് ചെയ്താൽ പോരെ? എത്രയായിരിക്കും 105ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക? അതെ, അപ്പോൾ ഇത് ആദ്യത്തെ നമ്പറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇതിൻ്റെ കൂടെ നമ്മുടെ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 112. ദാറ്റ് മീൻസ് 112 ആയിരിക്കും. ഇനി അടുത്ത A3 എന്ന് പറഞ്ഞാൽ ഈ A3 കിട്ടാൻ, മൂന്നാമത്തെ നമ്പർ കിട്ടാൻ വീണ്ടും എന്ത് ചെയ്താൽ മതി? ഈ 7 തന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ തേർഡ് നമ്പർ എത്രയായിരിക്കും? 119. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതുപോലെ ഇങ്ങനെ പോയി നമുക്ക് എവിടം വരെ ഉണ്ട്? ലാസ്റ്റത്തെ നമ്പർ ഏതാണ്? 999 ആണ്. ഇത് ഈ പറഞ്ഞ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കിയാലോ. 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നമ്മളിവിടെ എഴുതാം, 999 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? 1 ടൈം പോകും ഇവിടെ. സോ ഇവിടെ എത്ര കിട്ടി? 2. ദെൻ ഈ 9 എടുത്തപ്പോൾ 29 കിട്ടി. 7 4s are what? 28. ദെൻ റിമൈൻഡർ 1. അഗെയിൻ ഇവിടെ എത്ര കിട്ടി? 19 കിട്ടി. ദെൻ 7 2s are what? 14 കിട്ടി. അഗെയിൻ നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് ഓക്കെ ആയി. ഈ 7 കൊണ്ട് 999 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറിൽ ഏതോ ലാസ്റ്റ് നമ്പർ വരും അല്ലേ? ആ ലാസ്റ്റ് ഏതോ ഒരു നമ്പർ ഉണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നിലോട്ട് പോകുന്നത്. അതായത് 997 998 ദെൻ 996 അല്ല, ഇതിൻ്റെ മുന്നിലോട്ട് പോകുന്ന നമ്പറല്ലേ ഇതൊക്കെ? 995 ദെൻ 996 997 998 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ നമ്മുടെ ഒരു നമ്പർ ഉണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല അല്ലേ? അപ്പോൾ അത് കണ്ടെത്താനുള്ളൊരു ഒരു ഹിൻ്റാണ് ഇപ്പോൾ ഈ തരുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ലാസ്റ്റ് ടേം ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 5 ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഈ 999 നിന്ന് ഈ 5 റെഡ്യൂസ് ചെയ്ത് നോക്കാം. നോക്കിയേ, 995 മൈനസ് 5 നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 994. സോ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് ടേം ഏതായിരിക്കും? 994 ആയിരിക്കും. സോ നമുക്കിവിടെ എഴുതി കൂടെ 994 ആണ്. കണ്ടോ? അപ്പോൾ ഇത്രയും 3 ഡിജിറ്റ് നമ്പറിൽ വരുന്നത് 105 112 അങ്ങനെ പോയി 994 ആണ് ലാസ്റ്റ് ടേം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറാണ് 994. ഇത്രയും ഓക്കെ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതാണ് A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ്, A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറാണ്, A3 എന്ന് പറഞ്ഞാൽ തേർഡ് നമ്പറാണ്. അങ്ങനെ പോയി ഇത് AN ആയിട്ട് വരും. നമുക്കറിയില്ല എത്രയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് Aനെ കണ്ടെത്താം അല്ലേ? A എന്ന് പറഞ്ഞാൽ ആരാണ്? 105. ഇനി നമുക്ക് എന്താണ്? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ഡിഫറൻസ് എത്ര വെച്ചാൽ ഇതിൽ 7 കൂട്ടിയാണ് നമ്മളിങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഇനി നമുക്ക് എന്തെഴുതാം? AN എഴുതാം. AN എന്ന് പറയുന്നത് എത്രയാണ്? 994 ആണ്. ഓക്കെ. അപ്പോൾ എന്തിനാണ് നമ്മളിതെല്ലാം എടുത്തെഴുതിയത്? നമുക്കറിയില്ല nth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മുടെ ഫോർമുല? AN = A പ്ലസ് എന്ത് പറയും? N മൈനസ് 1 × D. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. AN ഇതാണ് A. അപ്പോൾ AN = A പ്ലസ് N മൈനസ് 1 × D. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഒന്നുകൂടെ എടുത്തെഴുതാം കേട്ടോ. A പ്ലസ് N മൈനസ് 1 × D. അതായത് A = AN. ആ AN ഇവിടെ എഴുതാം. ഈ 994 ആയിരിക്കും ഇവിടെ വരിക. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത എന്ത് ചെയ്യും? എയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ? അതേ കിടക്കുന്നു 105. സോ നമുക്ക് എയുടെ സ്ഥാനത്ത് 105 എഴുതാം. ദെൻ N മൈനസ് 1 നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ ഇടാം. ഓക്കെ. ഇനി D നമുക്കറിയാം അല്ലേ? D എത്രയാണ് ഇവിടെ? 7 ആണ്. സോ ഇവിടെ എന്ത് കൊടുക്കാം? Dക്ക് പകരം 7. ക്ലിയർ ആയല്ലോ? എയുടെ വാല്യൂ 105 ആണ്. സോ 105 പ്ലസ് N മൈനസ് 1 അറിയില്ല, അതിട്ടു. D നമുക്കറിയാം എന്താണ്? 7 = ഇത്. ക്ലിയർ ആയില്ലേ? എത്രയും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് എടുക്കുക അല്ലേ? നമുക്ക് വാരിയബിൾ പോർഷൻ, അതായത് ഇത്രയും പോർഷൻ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. 7 മൈനസ് 1 × D ഇത് ഒന്നിച്ചുള്ളൊരു ഇതല്ലേ? എന്നിട്ട് ഈ 994 ഇവിടെ എടുത്തെഴുതുക. ഈ 105 ഈ ഡിജിറ്റിനെ അപ്പുറേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറേക്ക് ഈക്വൽ സൈനി വരുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? -105 ആയിട്ട് മാറും.
ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് ഇത് n-1 × 7 എന്നുള്ള ഒറ്റൊരു ടേമായിട്ട് വരുമ്പോൾ അതിനെ മാത്രം ഇവിടെ എടുക്കുക. ഈക്വൽ ടു 994 എഴുതിയിട്ട് ഈ ഡിജിറ്റ്സിന് നമുക്ക് ഈക്വൽ സൈൻ്റെ അപ്പുറേക്ക് പോവുക. സോ +5 ആയതുകൊണ്ട് അതെന്തായിട്ടാണ് മാറുക? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം? അതായത് ഇനി അടുത്ത് വരുന്നത് എന്താണ്? n-1 × 7 ഈക്വൽ ടു ഇതിന് ഇൻറ്റു എന്നാട്ടോ വായിക്കുന്നത്. ഇത് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? 889 ആയിരിക്കും നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ ആയല്ലോ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലേ, അപ്പോൾ ഇതിനെ നമുക്കിനി ഇപ്പുറേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? n-1 ഈക്വൽ ടു 889. ഇത് n-1 × 7 എന്നാണ്. സോ ഇൻറ്റുവിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. ക്ലിയർ ആയല്ലോ? മുന്നേയൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി 7 ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എത്ര ടൈംസ് പോകുമെന്നറിയോ? 127 ടൈംസ് ഇത് പോകും. കണ്ടോ? 7 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 127 കിട്ടും. ദെൻ നമുക്ക് എഴുതാമല്ലോ n-1 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 127 കിട്ടി. ഇനി ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അപ്പുറേക്ക് കൊണ്ടുപോകാം, ഈക്വൽസ് അതിൻ്റെ അപ്പുറേക്ക്. സോ n ഈക്വൽ ടു 127. ഈ -1 ഇപ്പറേ പോയപ്പോൾ എന്തായി? +1. സോ n ഈക്വൽ ടു വാട്ട്? 128. കണ്ടോ? നമുക്കിപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ നമുക്ക് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? 3 ഡിജിറ്റ് നമ്പേഴ്സിനകത്ത് അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ 3 ഡിജിറ്റ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് കുറേ ഉണ്ട്. എന്താണ്? 100 to 199 ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ 105 ആണ്. ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചെടുത്ത് 994 ആണ്. സോ ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സിനെ നമുക്ക് 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 128. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 128 നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഹിയർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് എഴുതിക്കൂടെ? 128 നമ്പേഴ്സ് ആർ ഇൻ ദ AP which are divisible by what? 7. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, അതായത് 105ൻ്റെയും 994ൻ്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 128 നമ്പേഴ്സ് ഉണ്ട്. എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. ക്ലിയർ ആയല്ലോ നന്നായിട്ട്? സോ ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറുകളും തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് 14th ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. 14th എന്താണെന്ന് നോക്കിയാൽ, ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 and 250? അതായത് 10നും 250നും ഇടയിൽ ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന മൾട്ടിപ്പിൾസ് ഓഫ് 4 എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 14th സമ്മാണ് കേട്ടോ. 14th സമ്മാണ് നമ്മുടെ എക്സസൈസ് 5.2ലുള്ള 14th സമ്മാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾസ് ഓഫ് 4 എഴുതാം. സോ മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 4 നമുക്കറിയാം അല്ലേ? 1 × 4 എന്താണ്? 4. 4 2s are 8. ദെന്നോ 4 3s are 12, 4 4s are 16. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഏതോ ഒരു നമ്പറാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? ലൈസ് ബിറ്റ്വീൻ 10 and 250 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾസിൽ നോക്കിയാൽ ഇത് രണ്ടും 10ൽ വരില്ല അല്ലേ? ഇത് 10ന് താഴെയുള്ളതല്ലേ ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഏതായിരിക്കും? 12 ആയിരിക്കും. സോ 12, 16, പിന്നെ എന്താ 20, 24 ഇങ്ങനെ പോയി അവസാനം ഏതാ പറഞ്ഞിരിക്കുന്നത്? 250 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 250 എന്ന് എഴുതാം. പക്ഷേ ഈ 250 മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണോ? അതെങ്ങനെ അറിയാൻ പറ്റും മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണോ ഇല്ലയോ? നമുക്ക് ഈ 250നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ അറിയുള്ളൂ ഈ 250 ഇതിനകത്തോട്ട് വരുമോ ഇല്ലയോ എന്ന്. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10നും 250യുടെയും ഇടയിൽ വരുന്ന മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്തത്? ഒമിറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? 12 തുടങ്ങിയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റാണ്. അതുപോലെ നമുക്ക് 250 ഇതിൽ പോവുമെന്ന് നോക്കണ്ടേ? 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നോക്കിയോളൂ കേട്ടോ. 250നെ 4 കൊണ്ട് ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 4s are
24, then 10, 4 2s 8, ബട്ട് നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ 4 കൊണ്ട് എന്തായാലും 215 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ 250യിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയ റിമൈൻഡർ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. നോക്കിയേ, ഈ 250 എഴുതി മൈനസ് റിമൈൻഡർ ആയിട്ടുള്ള 2 ചെയ്തു. മുന്നത്തെ കണക്കിലും അത് തന്നെ നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 248 കിട്ടി. തീർച്ചയായിട്ടും 4 കൊണ്ട് 248നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ നമ്മുടെ ലാസ്റ്റ് ടേം ആയിട്ട് വരുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ലാസ്റ്റായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പർ ഏതായിരിക്കും? 248 ആയിരിക്കും. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ ഈ 250 നിന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ആ നമ്പറിനെ ആയിരിക്കും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് മീൻസ് 250യുടെ ഉള്ളിലുള്ള ലാസ്റ്റ് ഡിജിറ്റ് അതാണ്. അപ്പോൾ അത്രയും ഓക്കെ ആയല്ലോ. ഇനി നമ്മളിപ്പോൾ ഇതൊരു AP ആണ് അല്ലേ? നമ്മുടെ ഒരു AP ആണ്. അപ്പോൾ AP നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്താണ്? AN = A + n - 1 × D ആണ് നമ്മുടെ ഫോർമുല. സോ ഇതിൽ നിന്ന് നമുക്ക് Aനെ കണ്ടെത്തണം. A ആരാണ്? നമ്മുടെ ഫസ്റ്റ് ടേം ആണല്ലോ. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതി വയ്ക്കാം. A = what? 12 ആണ്. ദെൻ നമുക്ക് എന്ത് കണ്ടെത്തണം? D എഴുതണം അല്ലേ? D എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണല്ലോ. സോ ഇതിനെല്ലാം ഗ്യാപ്പ് എന്താണ്? 4 ആണ്. കണ്ടോ? 12 + 4 16, 16 + 4 20, 20 + 4 24. അങ്ങനെ കടന്ന് പോയതാണ് അവസാനത്തെ ടേം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഫറൻസ് എന്താണ്? 4 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ AN എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? ഇതാണ് ഏറ്റവും ലാസ്റ്റ് ടേം അല്ലേ? 248 ആണ് നമ്മുടെ AN. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫോർമുല വേണമെങ്കിൽ ഒന്നും കൂടി എടുത്ത് എഴുതാം. AN = A + n - 1 × D ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് എന്താണ്? എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 12 അപ്ലൈ ചെയ്തു. ദെൻ n - 1 അറിയില്ല. സോ n - 1 അങ്ങനെ തന്നെ ഇട്ടു. ദെൻ എന്താണ്? D നമുക്കറിയാം 4 ആണ്. നമുക്കിത് എഴുതാം. അതായത് ഈ ANനെ ഒന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. വേറെ ചേഞ്ചസ് ഒന്നും അവിടെ എത്തിയിട്ടില്ല. ക്ലിയർ ആയല്ലോ അത്രയും? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എടുക്കാം അല്ലേ? ഈ 12നെ ഡിജിറ്റ്സ് ഇപ്പുറേക്ക് കൊണ്ടുപോകാം. ഡിജിറ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് ഇപ്പുറേക്ക്, ഇത് ഒറ്റൊരു ഇതല്ലേ കണ്ടേ? n - 1 × D. സോ അതുകൊണ്ട് നമുക്കിവിടെ എന്തെടുക്കാം? n - 1 × 4 അല്ലേ? അതെടുത്തിട്ട് എന്താണ്? 248. ഇനി ഈ 12നെ ഇപ്പുറേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായത്? -12 ആയല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം? n - 1 × 4 = 248. ഇത് 12 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 236 കിട്ടും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ n - 1 = ഇത് ഇൻറ്റു അല്ലേ? ഇൻറ്റു ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? ഡിവിഷനായി. സോ =236 / ഈ 4 എഴുതി. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? n - 1 = ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 59 കിട്ടി കേട്ടോ. ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 59 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി ഈ 1നെ ഇപ്പുറേക്ക് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ n = 59. ഇത് -1 ആയതുകൊണ്ട് ഇപ്പറേ പോകുമ്പോൾ എന്തായി? +1 ആയി. സോ n = what? 60 കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ അതും കണ്ടുപിടിച്ചില്ലേ? 59 + 1 60 കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹെൻസ് നമുക്ക് എത്ര എണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ? അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഈ 12 അല്ലേ? ഈ 12നും ഈ 248നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 4 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 60 നമ്പേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം എത്ര എണ്ണം ഉണ്ട്? ഹെൻസ് 60 മൾട്ടിപ്പിൾസ് ഓഫ് 4 ഇവിടെ എഴുതിത്തരാം. ഹെൻസ് 60 മൾട്ടിപ്പിൾസ് ഓഫ് 4 lie between, ഷോർട്ടായിട്ട് എഴുതാട്ടോ, between 10 and 250. ക്ലിയർ ആയോ? ഇത് കണ്ടോ? വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങളൊന്ന് നല്ലപോലെ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ ഇവിടെ നല്ലൊരു ഹിൻഡ് തന്നെ ഞാൻ തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഈസി ആയിട്ട് കണ്ടെത്തുന്നതെന്നും ഇവിടെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ ഇത് കാണുന്ന കുട്ടികൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ദെൻ കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.